നമസ്കാരം. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരവെ അന്വേഷണ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇറാൻ സൈനിക ഓഫീസർമാർ നടത്തിയ അന്വേഷണത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ സൈന്യം നടത്തിയ അന്വേഷണത്തിൽ ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് കാരണം മോശം കാലാവസ്ഥയാണ് എന്ന സ്ഥിരീകരണം തന്നെയാണ് വന്നിരിക്കുന്നത്. ഹെലികോപ്റ്റർ നേരത്തെ തീരുമാനിച്ച പാതയിലൂടെ തന്നെയാണ് സഞ്ചരിച്ചത് എന്നും പാതയിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നു. സംശയകരമായ മറ്റൊന്നും തന്നെ റിപ്പോർട്ടിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും ഇവർ ഉറപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതാണോ എന്ന സംശയം ഉൾപ്പെടെ നേരത്തെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏറ്റവും അധികം ചർച്ച ചെയ്തതും ഇതേ സാധ്യത തന്നെയായിരുന്നു. കാരണം ഇറാനുമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന അസർബൈജാനിൽ നിന്നും മടങ്ങുന്ന വഴിക്കാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ദുരിതം ഇബ്രാഹിം റൈസിയെയും കൂട്ടരെയും കാത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ശക്തമായ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങൾ വളരെയധികം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ വെടിവെച്ചിട്ടതിന്റെ യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. മലയോര മേഖലയിൽ തകർന്നു വീണ് തീ പിടിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് അത് കൺക്ലൂഡ് ചെയ്യുന്നത്. അവശിഷ്ടങ്ങൾ പരിശോധിച്ചതിലും സംശയകരമായ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുകൂടി സൈനിക ഓഫീസർമാരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ കോപ്റ്റർ തകരുന്നതിന് തൊട്ട് മുൻപ് വരെ കൺട്രോൾ റൂമുമായി ആശയവിനിമയം നടന്നിരുന്നു എന്നും അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഇബ്രാഹിം റൈസിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഊഹാപോഹങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കുമൊക്കെ ഒരു താൽക്കാലിക വിരാമം വിടുന്നുണ്ട് ഈ അന്വേഷണ റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.